ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇലാസ്റ്റിക് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്ക് ഫുള്ളി ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇത് 2 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു 3 മീറ്ററെങ്കിലും മെറ്റീരിയൽ വേണം. കാരണം ഞാനിത് കുറേ മുന്നേ പർച്ചേസ് ചെയ്ത് വെച്ചൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് ഫീലാവുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മീറ്ററെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഒരു 14 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ടീനേജിലുള്ള ഒരു കുട്ടീൻ്റെ അളവിലാണിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഫ്രോക്ക് ആവും, പക്ഷേ നല്ല ഫ്ലെയറൊക്കെ താഴെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് മെറ്റീരിയൽ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ക്ലോത്ത് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു ക്ലോത്തിനെ നമ്മൾ ഈ ഒരു മിഡിൽ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 2ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീതിയിൽ മടക്കിയിട്ടതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. മിഡിൽ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2ആക്കി പ്ലേസ് ചെയ്തിട്ടതാണ്. നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഇതിനകത്ത് നമുക്ക് 4.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനോടുകൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ടാപ്പ് ഇവിടുന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്ത് എവിടെയാണോ 5.5 വരുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ ടാപ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇനി ആ ഒരു 5.5-ന്ന് താഴത്തേക്ക് നമുക്കൊരു 14 ഇഞ്ച് നമ്മളുടെ വേസ്റ്റ് ലെങ്ത്ത് എവിടെയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി അതേ പ്ലേസിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നമ്മളുടെ നീ ലെങ്ത്ത് എവിടെയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നീ ലെങ്ത്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ് നീ ലെങ്ത്ത് വരുന്നത്. ജസ്റ്റ് സ്ട്രെയിറ്റ് ആക്കി ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ബോട്ടം വിഡ്ത്തും നമ്മളുടെ വേസ്റ്റിൻ്റെ വിഡ്ത്തും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 20 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ക്ലോത്തിനെ നമ്മൾ ചുരുക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 20 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം എനിക്ക് മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫുള്ള് വിഡ്ത്ത് തന്നെ ഞാൻ എടുക്കുമായിരുന്നു. 20 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈവൻ ബോട്ടം വിഡ്ത്ത് ആയാലും 20 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മളുടെ ലൈനിങ് വരുന്നത്, ലൈനിങ് ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ലെങ്ത്ത് എടുക്കണം. ലെങ്ത്തും വിഡ്ത്തും എടുക്കുക. നമ്മൾ ക്ലോത്തിലെടുത്ത അതേ തന്നെയാണ് വിഡ്ത്ത് എടുക്കേണ്ടത്. ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഞാൻ 35 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 5 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 29.5 നമുക്ക് കിട്ടുന്നത്. ആ 29.5-ൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 27.5 നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കേണ്ടത്. ടോട്ടൽ ലെങ്ത്ത് 27.5 ഞാൻ എടുത്തിട്ടുള്ളത്. അതിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബോബിനും കേസാണത്. അപ്പോൾ നമ്മൾ ഈ കേസാണ്, ഇതാണ് കേസ്. ഇനി നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ്. ഇത് നമുക്ക് കടയിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ത്രെഡ് ബോബിനിൽ ചുറ്റുന്ന ഇലാസ്റ്റിക് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് നമ്മളെ ബോബിനകത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വേണം, അതായത് ത്രെഡ് നമ്മൾ ചുറ്റുന്ന ആ രീതിക്ക് വേണം ഇത് ചുറ്റിയെടുക്കാൻ. ചുറ്റിയെടുത്ത് ലൂസാവാൻ പാടില്ല, എന്നാൽ നല്ല ടൈറ്റ് ആവാനും പാടില്ല. ആ രീതിക്ക് വേണം ഇത് ചുറ്റിയെടുക്കാൻ.
ഇനി നമ്മളുടെ കേസാണിത്. കേസിൻ്റെ ഇവിടെ നമുക്കൊരു സ്ക്രൂ കാണാം. ആ സ്ക്രൂ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്, മെഷീൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ലൂസാക്കി കൊടുക്കണം. ഭയങ്കര ലൂസ് എന്നല്ല, ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ടോ, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക്കിനെ ഇൻസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നൂല് ഇൻസേർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലൂസാക്കി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്തത് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ച ലൈനിങ്ങും നമ്മളുടെ മെറ്റീരിയലും വെച്ചിട്ട് ഇതൊന്ന് മറിച്ചെടുക്കണം. അതായത് നല്ല വശവും കൂടി പ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ മെറ്റീരിയലിൻ്റെ നല്ല വശവും നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി പ്ലേസ് ചെയ്തിട്ട് മറിച്ചെടുക്കുക. ബാക്കിലോട്ട് ചീത്ത വശത്തേക്ക് ഇങ്ങനെ മറിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ നല്ലതും കൂടി വെച്ചിട്ട് ചീത്ത വശത്തുനിന്ന് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിതൊന്ന് മറിച്ചെടുക്കുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ചെസ്റ്റിൻ്റെ, അതായത് നമ്മുടെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ താഴത്തോട്ട്, ആ ഒരു ഭാഗത്താണ് നമ്മളിങ്ങനെ മറിച്ചെടുക്കേണ്ടത്. മറിച്ചെടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് പിന്ന് കുത്തി കൊടുക്കുക, അത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലൈനിങ്ങും നമ്മളുടെ ഈ ഒരു മെയിൻ ഫാബ്രിക്കും തമ്മിൽ മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ പിന്ന് കുത്തി കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരുന്നു 14 ഇഞ്ച്. ആ ഒരു 14 ഇഞ്ച് നമ്മൾ പ്രോപ്പറായിട്ട് നല്ല സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുക നമ്മുടെ മെയിൻ ക്ലോത്തിൽ. എന്നിട്ട് ലൈനിങ്ങും ഇതും കൂടി നന്നായിട്ട്, അതായത് പിൻ ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് അടിയിൽ നമ്മൾ ബോബിൻ കേസിനകത്ത് നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് നമ്മുടെ മെയിൻ ത്രെഡും വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നമ്മൾ ഒരു പോർഷനാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ഇതേപോലെ മറ്റേതിലും നമ്മൾ ഇങ്ങനെ ചെയ്യണം. ആദ്യം നമ്മൾ ഒരു പോർഷൻ ചെയ്യുക, ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് അടുത്ത ലൈനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഇടയിൽ എന്തായാലും നമ്മളുടെ ബോബിനകത്തുള്ള ഇലാസ്റ്റിക് ത്രെഡ് കഴിയും. അതിനനുസരിച്ച് നമ്മൾ ചുറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തും കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും, ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടാണ് എടുത്ത് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇതേമാതിരി ചെയ്യുക. ഈവൻ നമ്മൾ ബാക്കും ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ സ്ട്രാപ്പ്, അതായത് ഇതൊരു സ്ലീവ്ലെസ് ഫ്രോക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ഒരു നീളത്തിലുള്ള ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ നല്ല വശവും ചേർത്തിട്ട് 2 വശങ്ങളും 1/2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്ത് അയൺ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മറിച്ചെടുത്തിട്ട് അയൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിലും ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്തെടുക്കുക. ഫൈനലി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഹാഫാക്കുക. അതായത് ഈ ഒരു സ്ട്രിപ്പിനെ ഹാഫാക്കി എടുക്കുക. നമുക്ക് 2 സൈഡിലേക്കും സ്ട്രിപ്പ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹാഫാക്കി എടുത്താണിത്. ഹാഫാക്കി വയ്ക്കുക. അങ്ങനെ ഹാഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റാക്കി അയൺ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മെയിൻ ക്ലോത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്.
ഫൈനലി ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു വേസ്റ്റ് ലെങ്ത് വരെ നമ്മൾ 2 പീസിനെയും സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തോട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഒത്തിരി ലെങ്തി ആവും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് കാരണമാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റാക്കി പിടിക്കണം 2 സൈഡും. അതായത് ഇലാസ്റ്റിക് ആ ഒരു അതായത് നമുക്ക് രണ്ടും ഈക്വലായിട്ട്, രണ്ടിൻ്റെയും സ്റ്റാർട്ടിങ് പോയിൻ്റ് മുകളിൽ നിന്നും താഴത്തുനിന്നും ഒരേ രീതിക്ക് വരുന്ന രീതിയിൽ നമ്മൾ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്ന് കുത്തി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് എത്രയാണോ നമ്മളുടെ ചെസ്റ്റ് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 10 വേണ്ടത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അത് സ്ട്രെച്ചായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ട ആ മെഷർമെൻ്റ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ഈവൻ വേസ്റ്റിൻ്റെ അവിടെ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത്. ഇനി നമ്മളുടെ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം എവിടെയാണ് ഈ സ്ട്രാപ്പ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളത് വെച്ച് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മളുടെ ഈ ലെങ്ത്ത് വരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി താഴത്തോട്ട് ഞാൻ ഫ്ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാദേഴ്സ് ആയിട്ടാണ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഉള്ള ക്ലോത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തിന് ഞാനൊരു 6 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു ഇഞ്ച് പോവും. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പം 1 ഇഞ്ചോളം ഒരു 1/2 ഇഞ്ചോളം എന്തായാലും പോകുന്നതാണ്. അപ്പോൾ ഞാൻ ടോട്ടലി എനിക്ക് കിട്ടേണ്ടത് 40 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ കിട്ടിയ ലെങ്ത്ത് എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ മെറ്റീരിയൽ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്തും ഫ്ലെയറും ഒക്കെ എത്രയാണോ, നല്ല ഫ്ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതായത് ഗ്യാദേഴ്സിന് നന്നായിട്ട് ക്ലോത്ത് വേണം. അപ്പം ഞാൻ ഉള്ള ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് സീം നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലേ, അവിടുന്ന് 2 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കാരണം നമുക്ക് ഫ്രണ്ടിൽ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ എൻഡിലും ഇതേമാതിരി ജോയിൻ ചെയ്ത് കറക്റ്റാക്കി എടുക്കുക. അങ്ങനെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബോട്ടത്തിലുള്ള ഗ്യാദേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കുക. ഗ്യാദേഴ്സിന് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നന്നായിട്ട് കൂട്ടിയിട്ട് വേണം, സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടിയിട്ട് വേണം ഗ്യാദേഴ്സ് ഇടാൻ. എന്നിട്ട് ഇങ്ങനെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പുള്ള് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഗ്യാദേഴ്സ് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ
അങ്ങനെ ഫൈനലി നമ്മളെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രോക്ക്. പിന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഇലാസ്റ്റിക് ഷിയറിങ്ങൊക്കെ വന്നിട്ടുണ്ട്. നല്ല സ്ട്രെച്ചബിളാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഫ്രോക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.